നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷത്തിൽ പ്രധാനമായിട്ട് 9 ഗ്രഹങ്ങളാണുള്ളത്. അവയെ നവഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു. നവഗ്രഹങ്ങൾ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള കാരകത്വ സ്വഭാവങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനങ്ങളും ചെലുത്തുന്നുണ്ട്. ഓരോ ഗ്രഹങ്ങളും ജാതകത്തിൽ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. നിർണായകമായിട്ടുള്ള സ്വാധീനമാണ് ജാതകത്തിലൂടെ നവഗ്രഹങ്ങൾ ചെലുത്തുന്നത്. അതുകൊണ്ട് തന്നെ നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക, നവഗ്രഹങ്ങളുടെ ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളെ ഇല്ലാതാക്കുക, ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയവയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാഹചര്യം ഒരുക്കും. അതുകൊണ്ട് തന്നെ നവഗ്രഹ പ്രീതി എന്നുള്ള വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത്തരത്തിലുള്ള ഓരോ ഗ്രഹങ്ങളിലെയും പ്രീതിപ്പെടുത്താനുള്ള ലളിതമായ ഉപായമാണ് 9 വീഡിയോകളിലായിട്ട് പറയുന്നത്. ഓരോ വീഡിയോയും കാണുക. നിങ്ങളുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളും നിങ്ങൾക്ക് ഗുണമാണ് എങ്കിൽ അതിന്റെ ഗുണഫലം വർദ്ധിപ്പിക്കുന്നതിനും, ദോഷസ്ഥാനത്താണ് എങ്കിൽ ആ ദോഷങ്ങൾ ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തെ ഭദ്രമാക്കുന്നതിനുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും. ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആശ്വാസത്തിന് ഈശ്വരന്മാരെ പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ തുല്യ ഫലദാനത്തിൽ പ്രാധാന്യമുള്ളതാണ് നവഗ്രഹങ്ങളും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കയറ്റിറക്കങ്ങളൊക്കെ ഒരുപക്ഷെ സ്വാഭാവികമാണ്. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സുഖ ദുഃഖങ്ങളൊക്കെ നക്ഷത്രത്തെയും ജാതകത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു വ്യക്തി മാനസികമായി അനുഭവപ്പെടുന്ന വ്യാകുലതകൾ, ഗുണഫലങ്ങൾ, ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സാമ്പത്തികമായിട്ടും മറ്റെല്ലാ തരത്തിലുള്ള ഉയർച്ചകൾ, താഴ്ചകൾ, ഇവയൊക്കെ നവഗ്രഹങ്ങളിലെ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ സ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളാണ് നവഗ്രഹങ്ങൾ. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്താനും ഓരോ ഗ്രഹങ്ങൾക്കും ദോഷങ്ങളെ ഇല്ലാതാക്കാനും ഒക്കെ ആയിട്ട് നിരവധി കാര്യങ്ങൾ ജ്യോതിഷത്തിൽ പരിഹാര കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ അതിപ്രധാനപ്പെട്ട ഒരു എളുപ്പം ചെയ്യാവുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നാം പരിശോധിക്കുന്നത് സൂര്യനെ പ്രീതിപ്പെടുത്താനുള്ള ലളിതമായിട്ടുള്ള ഉപായമാണ്. പുഷ്പ സമർപ്പണത്തിലൂടെ ഏതൊരു ഗ്രഹത്തെയും ആ ഗ്രഹത്തിന്റെ ദോഷങ്ങളെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത്തരത്തിൽ ഗ്രഹത്തിന്റെ ദോഷങ്ങൾ ഇല്ലാതാക്കാനും സൂര്യന്റെ ഗുണഫലങ്ങൾ നമ്മുടെ ജാതകപ്രകാരമുള്ളത് വർദ്ധിപ്പിച്ചെടുക്കാനും ഒക്കെ ആയിട്ട് ചെയ്യാവുന്ന ലളിതമായിട്ടുള്ള പുഷ്പ സമർപ്പണത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഹൈന്ദവ വിശ്വാസ പ്രകാരം കശ്യപ പ്രജാപതിക്ക് അതിഥിയിൽ ജനിച്ച 12 ആദിത്യന്മാരിൽ ഒരാളാണ് സൂര്യൻ. ചിങ്ങം രാശിയാണ് സൂര്യന്റെ സ്വക്ഷേത്രം. അതായത് ചിങ്ങം രാശിയുടെ അധിപനാണ് സൂര്യൻ. മേടം രാശിയാണ് സൂര്യന്റെ ഉച്ചക്ഷേത്രം. തുലാം രാശി സൂര്യന് നീചക്ഷേത്രമാണ്. സൂര്യന്റെ രാശിയിൽ ജനിച്ചവർക്കൊക്കെ പ്രത്യേക ഫലങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഓരോ നക്ഷത്രക്കാരുടെയും വിശേഷ ഫലത്തെ പറഞ്ഞു വരികയാണ്. 2ാം ഭാഗം അവതരിപ്പിച്ചു വരികയാണ്. ഏതാനും വീഡിയോകളിലൂടെ അത് തീർക്കുന്നതാണ്. ഉടൻ തന്നെ അത് 2ാമത് ആരംഭിക്കും. അതിനുശേഷം ഓരോ രാശിക്കാരുടെയും പ്രത്യേക ഫലത്തെ പിന്നീട് അവതരിപ്പിക്കുന്നതാണ്. സൂര്യന്റെ രാശിഫലമൊക്കെ ആ വീഡിയോയിൽ പ്രതിപാദിക്കാം. നമുക്കിന്ന് സൂര്യനെ പ്രീതിപ്പെടുത്തുന്നതിനായി ലളിതമായിട്ട് ഏതൊക്കെ പുഷ്പങ്ങൾ സമർപ്പിക്കാം എന്ന് പരിശോധിക്കാം. ചെന്താമര, ചെമ്പരത്തി, ചുവന്ന തെറ്റി, കൂവളത്തില തുടങ്ങിയവയാണ് സൂര്യപ്രീതിക്ക് അത്യുത്തമമായിട്ട് ഗണിക്കുന്ന പുഷ്പങ്ങൾ. ചെന്താമര പൂവുകൊണ്ട് മാല ചാർത്തി സൂര്യഭഗവാന് സമർപ്പിക്കുന്നതും, തെറ്റിപ്പൂ കൊണ്ട് മാല ചാർത്തി സമർപ്പിക്കുന്നതും, ചെമ്പരത്തി കൊണ്ടും കൂവളമാല കൊണ്ടുമൊക്കെ മാല കെട്ടി സമർപ്പിക്കുന്നതുമൊക്കെ അതിവിശേഷമാണ്. സൂര്യൻ ദോഷസ്ഥാനത്താണെങ്കിൽ ഈ മാലയൊക്കെ സ്വന്തം കൈകൊണ്ട് കെട്ടി സമർപ്പിക്കുന്നത് കൂടുതൽ ശുഭഫലത്തെ അത് നൽകുന്നതാണ്. ഇത്തരത്തിൽ സൂര്യന്റെ അനുകൂല രാശിയിൽ ജനിച്ചവർക്ക് ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ഈ മാലകളൊക്കെ സമർപ്പിക്കാം, ഈ പുഷ്പങ്ങൾ സമർപ്പിക്കാം. അതേപോലെ തന്നെ ദോഷങ്ങൾ ജാതകത്തിൽ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങൾ ഇല്ലാതാക്കി ജീവിതത്തിൽ ഐശ്വര്യം നേടുന്നതിനും ഈ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകളും സമർപ്പിക്കാവുന്നതാണ്. ജാതകത്തിൽ സൂര്യൻ ദോഷസ്ഥാനത്തുള്ളവർ നിർബന്ധമായിട്ടും ഇത്തരത്തിൽ ദോഷപരിഹാരത്തെ ചെയ്യുക. പ്രത്യേകിച്ച്
തുലാക്കൂറുകാർ ദോഷപരിഹാരത്തെ ചെയ്യുന്നത് വളരെ ശുഭഫലത്തെ നൽകും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. 9 ഗ്രഹങ്ങളിലെയും ഇത്തരത്തിൽ ലളിതമായിട്ടുള്ള പുഷ്പ സമർപ്പണത്തിലൂടെ പരിഹാരം ചെയ്യാമെന്നുള്ള വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.